നാലാമത്തെ 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 17:4 നമ്മൾ വായിക്കുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികൾ തികച്ചിരിക്കുന്നു. നമുക്ക് ഈ യേശു പറഞ്ഞതുപോലെ നമുക്കത് പറയാനായിട്ട് കഴിയുമോ? യേശു നമ്മളുടെ മുന്നോടിയായിരുന്നു. ആ മുന്നോടി പോയതിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. മുന്നോടി എന്ത് പറഞ്ഞു? അവൻ പറഞ്ഞത്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവ് ചില പ്രവൃത്തികൾ അവനോട് പറഞ്ഞു. അവൻ പറയുന്നത്, അത് ഞാൻ തികച്ചിരിക്കുന്നു, നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നു. വലിയ താല്പര്യത്തോടെയാണ് നമ്മളെ ജീവനോടെ ആരോഗ്യമുള്ളവരായി, പല സാഹചര്യങ്ങളുള്ളവരായി നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് അവന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത്, കർത്താവ് പറഞ്ഞ പോലെ നമുക്ക് പറയാനായിട്ട് കഴിയുമോ? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന, എന്നെ ഈ ദേശത്താക്കിയിരിക്കുന്നു, എന്നെ സംബന്ധിച്ച് രാമപുരത്താക്കിയിരിക്കുന്നു. അവിടെ എനിക്കൊരു പ്രവൃത്തി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ പ്രവൃത്തി എന്താണെന്നുള്ളത് ഞാൻ അറിയണം. അറിഞ്ഞിട്ട് ആ പ്രവൃത്തി ഞാൻ ചെയ്യണം. കർത്താവിൽ നിന്ന് കേട്ട് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അവനിൽ നിന്ന് കേട്ട് അറിഞ്ഞിട്ട് അത് ഞാൻ ചെയ്യണം. യേശു പറയുന്നത്, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. ദൈവം നമുക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി നമ്മൾ തികച്ചിരിക്കുന്നോ? പ്രത്യേകിച്ച് ഞാനാണ് പ്രായാധികമായ മനുഷ്യനാണ്. കർത്താവെ, എന്നാ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് നീ തികയ്ക്കാൻ തന്ന ജോലി, ചെയ്യാൻ തന്ന ജോലി ഞാൻ തികച്ചു എന്ന് പറയാൻ എനിക്കിടയാകണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് പല പ്രയോജനങ്ങൾ നാട്ടുകാർക്ക് ചിലപ്പോൾ കാണും, വീട്ടുകാർക്ക് കാണും. അതല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അത് നടക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? എന്നെ ഈ പ്രത്യേക വീട്ടിൽ പ്രത്യേക സാഹചര്യത്തിലാക്കിയത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആ പ്രവൃത്തി നമ്മൾ തികയ്ക്കണം. അതിനുള്ളൊരു വലിയ ആഗ്രഹമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. യേശു പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം, കർത്താവെ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം. അപ്പോൾ മാത്രമേ കർത്താവിന് ഹിതകരമായ ഒരു ജീവിതം നമ്മൾ നയിച്ചെന്ന് പറയാനൊക്കത്തുള്ളൂ. നമുക്ക് കർത്താവിന് ഹിതകരമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഒന്നാമത്, കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കണം. കേട്ടിട്ട് ആ പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കണം. എനിക്ക് സ്വതവേ അത് ചെയ്യാൻ കഴിയത്തില്ല. അതിനുള്ള ശക്തി ഈ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾ ഒരു ക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ ആയിരിക്കുന്നതിൻ്റെ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ആ കാര്യം ചെയ്യുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ
ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തിയാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. കർത്താവിൻ്റെ കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരി ജീവിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത് ബ്രദർ തുടക്കത്തിൽ പറഞ്ഞ ഹെബ്രായരുടെ ലേഖനം 7:25 പറഞ്ഞത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന വാക്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപം ഇവിടെ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ ആണ്, അതും പൂർണ്ണമായി രക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ, അവൻ ഇപ്പോൾ അവസാനം വായിച്ച് നിർത്തിയതുപോലെ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് അവരെ അപ്പോൾ നമ്മളെയും ലൗകികന്മാരല്ലാത്തവരാക്കി സ്വർഗീയന്മാർക്ക് ചേരുന്ന വിധത്തിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കർത്താവ് അവിടെ ഇരുന്ന് മധ്യസ്ഥം യാചിക്കുന്നത് എന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായി. എന്നൊരു ഭാഗം കൂടെ വായിച്ച് പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽ വന്ന് ഞാൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം സകലവും ഉപേക്ഷിച്ച് എല്ലാം ചവറെന്ന് എണ്ണുന്നു എന്നെല്ലാം പറഞ്ഞു വന്ന് അവസാനം അപ്പോസ്തലൻ അധ്യായം അവസാനിക്കുന്നിടത്ത് അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ക്രൂശിന് ശത്രുക്കളായി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേട്ടതുപോലെ ഈ ലോകത്തിനോട് അനുരൂപമാകാൻ വേണ്ടിയുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഈ ലോകത്തിൻ്റെ സംഗതികളെ അന്വേഷിച്ച് പോകുന്ന ഒരവസ്ഥയ്ക്കാണ് ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന അവസ്ഥ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കരഞ്ഞുകൊണ്ട് പറയുന്നു, അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ നമ്മുടെ ഈ പൗരത്വം, സ്വർഗത്തിലെ പൗരത്വം ഉറപ്പാക്കി തരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇപ്പോഴും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായി. അതിന് താഴെ വീണ്ടും അങ്ങനെ തന്നെ വായിക്കുന്നു, അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെയാണ് കർത്താവ് ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് മനസ്സിലായത്. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. 12, 15 പിന്നെ 1 ഈ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജീസസ് സ്പോക്ക് ദീസ് വേർഡ്സ് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ടു ദ ഹെവൻ. എബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ മുകളിലോട്ട് നോക്കാൻ. പിന്നെ എബ്രഹാമിനോട് പിന്നീട് പറയുന്നു, ഐസക്കിനെ യാഗത്തിന് വേണ്ടി കിടത്തി താൻ കത്തിയെടുത്ത് സാക്രിഫൈസ് ചെയ്യാൻ വെട്ടാൻ വേണ്ടി ഓങ്ങിയ അവസരത്തിൽ എബ്രഹാമിനോട് പറയും, എബ്രഹാമിനോട് വിളിച്ച അവസരത്തിൽ എബ്രഹാം പിന്നീട് അവൻ തലപൊക്കി നോക്കിയ അവസരത്തിൽ ഇതെല്ലാം നമ്മൾക്ക് എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഇത് ഈ കർത്താവിൻ്റെതായ ഈ വചനം ദൈവം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവിൻ്റെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതായ ഒരു കൺസേണാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് 1-2 വാക്യങ്ങളൊന്നും പറഞ്ഞിട്ട് 12-ാമത്തെ ദ സൺ ഓഫ് പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നവൻ, ഡിസ്ട്രക്ഷൻ എന്നാണ് ഇതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മീനിങ്. പിന്നെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, സങ്കീർത്തനത്തിൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ കൊതുകാല് കൊട്ടുന്നു. കർത്താവ് അങ്ങനെ ഒരു വാക്യമുണ്ട്. അതാണ് അവിടെ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ യൂദ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂദ വരണം. അത് ഉണ്ട്.
പിന്നീട് 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഐ ഡു നോട്ട് പ്രേ ദാറ്റ് യു ഷുഡ് ടേക്ക് ദം ഔട്ട് ഓഫ് ദ വേൾഡ് ബട്ട് ദാറ്റ് യു ഷുഡ് കീപ് ദം ഫ്രം ദ ഈവിൾ. സഹോദരൻ വെള്ളം വെള്ളവും ഒക്കെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ ലോകത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ സൺഡേ വർഷിപ്പിൽ എന്ന് പറയും, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ സാൾട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ വചനങ്ങളൊക്കെ നമുക്ക് വളരെ, നമ്മൾ ഈ ലോകക്കാരല്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് എനിക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളിപ്പം നമ്മൾ ഇടപെടുന്നവരെല്ലാം വിശ്വാസികളാണെന്നുള്ളൂ. അവർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ സൂക്ഷിക്കുന്നത്. ഈ 15-ാമത്തെ അതിൽ യു ഷുഡ് കീപ് ദം ഫ്രം ദ ഈവിൾ വൺ. ഇതാണ് നമുക്ക് ആവശ്യം. ദൈവം പിതാവിനോട് അപേക്ഷിക്കുന്ന ഇതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ പാപത്തിൽ നിന്നും, പാപമാണ് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നത്. അതൊരു വലിയൊരു ഈ വാക്യത്തിൽ ഞാൻ ക്ലിങ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും മേലോട്ട് നോക്കിക്കൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലുള്ളവരാണ്, പക്ഷേ ദൈവം കർത്താവിൻ്റെതായ ആ ആഗ്രഹം നോക്കണേ. ഷുഡ് കീപ് ദം ഫ്രം ഈവിൾ വൺ. അതാണ് നമ്മളെ ദോഷത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് വെച്ചേക്കണേ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഈ സൗരം മുമ്പേ ഏതൊരു പാട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു ഭക്തരിൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമാം ജീവിതം വേറെ ഉണ്ടോ. ഇതൊരു ആരാ എഴുതിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു നല്ല ജീവിതമാണ്. ഇപ്പം നമ്മളോട് ആരും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. കർത്താവ് തന്നെ ഉണ്ടായിരുന്നില്ലേ? ലോകം സൃഷ്ടിച്ചവനാണ്. കർത്താവിന് മറുപടി പറയാൻ അറിയത്തില്ലേ? എപ്പോഴും താഴ്മയോടുകൂടി ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യം കീപ് ദം ഫ്രം ദ ഈവിൾ വൺ എൻ്റെ ജീവിതത്തിലായിത്തീരട്ടെ. റെസ്റ്റ് ഓഫ് ദ ലൈഫ് മേ ഗോഡ് കീപ് മീ സേഫ് ഫ്രം ദ ഈവിൾ വൺ. ആമേൻ. ഞാൻ ഈ കാര്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പോയത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, നമുക്കൊരു സന്ദീപ് പറഞ്ഞു, നമുക്കൊരു ശുദ്ധ മനസാക്ഷി, ക്ലിയർ കോൺഷ്യൻസ് നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആവശ്യമായിട്ടുണ്ട്. അതുകൂടാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട്, ദൈവത്തെ സമീപിക്കാനായിട്ട് കഴിയത്തില്ല. വേറിപ്പോൾ പറഞ്ഞപ്പോഴും പറഞ്ഞ ആ ഒരു പാപമാണ് നമ്മുടെ ദൈവത്തോടുള്ള ശുദ്ധ മനസാക്ഷിക്ക് തടസ്സമായിട്ട് ഏറ്റുപറയാത്ത, ദൈവത്തോട് നമ്മുടെ വാസ്തവത്തിലുള്ള അവസ്ഥ പറയാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ സാംസങ്ങിനൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുമ്പം ഞാൻ മിണ്ടാതെ ഇരുന്നു. പിന്നെ സാംസങ് മറന്നുപോയി. 32-ാം സങ്കീർത്തനം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അത് എനിക്ക് കഴിഞ്ഞ ദിവസം അത് ഈ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഏത് സാഹചര്യത്തിലാണ് when I kept silent about my sin, അവിടെ about my sin എന്നൊരു എൻ്റെ പാപത്തെ ഞാൻ മലയാളത്തിൽ അവിടെ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നമ്മളങ്ങ് മിണ്ടാതിരിക്കുന്നതിനെ പറ്റിയാണ്. വാസ്തവത്തിൽ പാപം നമ്മുടെ ജീവിതത്തിൽ വന്ന ശേഷം നമ്മളതിനെ ഏറ്റുപറയാതെ ഇരിക്കുന്ന അതിനെപ്പറ്റിയാണ് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ പിന്നെ താഴോട്ട് വരുമ്പം ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ കൃത്യം മറച്ചതുമില്ല. അപ്പോഴാണ് നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കണം. നമുക്ക് ആ ഒരു
ക്ലിയർ കോൺഷ്യൻസോടെ ദൈവത്തോട് എൻ്റെ അടുത്ത് ജീവിക്കാൻ ഇന്നും എനിക്കൊരു വലിയ സാധ്യത തന്നിട്ടുണ്ട്. ഞാൻ ആ പ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് നമ്മൾ കേട്ടു ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നമ്മളെ ഞാൻ പറയാം, നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഒരു ജോയിയുടെ ആവശ്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ അങ്ങനെ അന്വേഷിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ്, നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു ജോയി കണ്ടെത്തുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം പ്രദാനം ചെയ്യുന്ന സന്തോഷം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചത് എത്രത്തോളം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ശോധന ചെയ്യുമായിരുന്നു. ഞാൻ ചിന്തിക്കായിരുന്നു വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് അത് കേവലമായിട്ടുള്ള ഒരു അത് യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യം ഞാൻ വാസ്തവത്തിൽ അംഗീകരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ച് സത്യമായിട്ടില്ല എന്നുള്ള കാര്യം. അത് വേണ്ട നിലയിൽ വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന രീതിയിൽ, സഹോദരന്മാർ ഷെയർ ചെയ്യുന്ന രീതിയിൽ എനിക്കത് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതിൻ്റെ കാര്യം നമ്മൾ ഇപ്പം തന്നെ കേട്ടു. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം, നമ്മൾ നീതിയെ ഇഷ്ടപ്പെടുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം എത്രത്തോളം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ആ താഴ്മയോടെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ വേണ്ടെന്നുകൊണ്ട് അനുഭവിക്കാൻ കഴിയാത്തതെന്ന് കേട്ട് ഞാൻ ആ കാര്യത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. പിന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ജേക്കബ് പറഞ്ഞപ്പോൾ നമ്മളായിരിക്കുന്നിടത്ത് നമ്മളെ ഒരിടത്താക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ദൈവം എന്തിനാണ് എന്നെ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു കുടുംബത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി അതിന് തക്കവണ്ണം ഞാൻ എന്നെ രൂപാന്തരപ്പെടുത്തേണ്ടതായിട്ട്, എന്നെ രൂപാന്തരപ്പെടാനായിട്ട് ഞാൻ ദൈവഹിഷ്ടത്തിനായിട്ട് എന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫൈനലി അന്നിബർ പറഞ്ഞപ്പം ഇതിൻ്റെ എല്ലാം അവസാനം ദൈവം എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത്? ഫിലിപ്പിയർ 3:21 ബൈ ദ എക്സേർഷൻ ഓഫ് ദ പവർ, ആ വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കാം. എൻ്റെ അടുത്ത് 3:20 നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് പറയുന്നത്. അതാണ് എൻ്റെ പ്രത്യാശ. ഞാനേറ്റു പറയുന്നു, സകലവും കീഴ്പ്പെടുത്താനായിട്ട് കഴിയുന്ന, ഇപ്പം ഒരു ഹമ്പിളായിട്ടുള്ള എൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ ഗ്ലോറിയസ് ആയിട്ട് നടത്താനായിട്ട് ആ നിലയിൽ താണിരിക്കുന്ന അതിൽ നിന്ന് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്, അത് അവിടുത്തെ ശക്തി കൊണ്ടാണ്. ദൈവം അപ്രകാരം ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ടും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സന്തോഷം, അത് വാസ്തവത്തിൽ എൻ്റെ അനുഭവമായി തീരേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ആ നിലയിലേക്ക് രൂപാന്തരപ്പെടാനായിട്ട് ദൈവം എന്നെ സഹായിക്കും. ദൈവം സംസാരിച്ച വരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മഹാപുരോഹിത പ്രാർത്ഥനയെല്ലാം വായിക്കുമ്പോഴും എല്ലാം കർത്താവിൻ്റെ സ്വഭാവത്തെയാണ് കാണുന്നത് മുഴുവൻ. യേശു കർത്താവിനെ കാണുക. ആദ്യം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്, പിതാവിനോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചാൽ പറഞ്ഞ വാക്യം, കർത്താവ് നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ച് നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ശിഷ്യന്മാരോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്, ശിഷ്യന്മാരെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്ന ആ കാര്യം, അതിന് പിതാവിനോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഈ ശിഷ്യന്മാർ കേൾക്കുന്നതെന്നൊക്കെ നമ്മൾ വായിച്ചു. അവിടെയെല്ലാം ആ യേശു കർത്താവിനെയാണ് കാണുന്നത്. കർത്താവ് എത്ര വിശ്വസ്തനാണ്, എത്ര സ്നേഹമുള്ളവനാണ്, എത്ര കരുതലുള്ളവനാണ്. അവിടെ ആ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഗലീലയിലെ ഏറ്റവും പാവപ്പെട്ട കുറച്ച് മുക്കുവന്മാരെ അവിടുത്തെ ശിഷ്യന്മാരാക്കി തീർത്തിട്ട് വഴി കളഞ്ഞേച്ച് പോകുന്നൊരു കർത്താവല്ല. കർത്താവിനെ നോക്കി നടക്കുന്ന കർത്താവിനെ നോക്കി ഇറങ്ങിയവരാരും വഴിയിൽ അനാഥരായിട്ട് തള്ളപ്പെട്ടിട്ടില്ല, അത് തള്ളപ്പെടുകയുമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിശ്വാസത്തിലേക്കൊക്കെ വന്നപ്പോൾ എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളെയൊക്കെ എവിടെ കെട്ടിക്കും, ആരെ കെട്ടിക്കും? ഞാൻ പറഞ്ഞു വെച്ചാൽ മനുഷ്യരാരും വിളിച്ചിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. കർത്താവ്
വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തോളും. അവസാനം മോളുടെ കല്യാണം ആദ്യം നടന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ടായിരുന്നു? ഓ, വളരെ സന്തോഷമായിരുന്നു, വളരെ സന്തോഷമായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ 3 വിവാഹവും കണ്ടതിന് ശേഷമാണ് അച്ഛൻ മരിച്ചത്. അവിടെയെല്ലാം അതിനുശേഷം അച്ഛന് ഈ വഴിയോട് തന്നെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായി. അച്ഛനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം കടന്നുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ കർത്താവിനെ കാണുന്തോറും കർത്താവ് അവിടെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇതുവരെ നിൻ്റെ നാമത്തിൽ അവരെ സൂക്ഷിച്ചു, ഇനിയും നിൻ്റെ കയ്യിൽ തരുക. ഇനി എന്നെക്കൊണ്ട് ഇനിയും കഴിവില്ല ഈ ലോകത്തിൽ പല കാര്യങ്ങളും. കർത്താവെ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഇത് നിൻ്റെ ഊഴമാണെന്ന് പറയുമ്പോഴെല്ലാം അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നത്, ഈ ഏഴയായ എൻ്റെ കാര്യത്തിൽ കർത്താവ് അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, അവന് മാറ്റമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ തിരുവെഴുത്ത്, കർത്താവിൻ്റെ ഹൃദയത്തിൽ തിരുവെഴുത്ത് നിറഞ്ഞിരുന്നതിനെക്കുറിച്ച് ബ്രദർ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് എല്ലാ സമയത്തും പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോഴും ഇവിടെ അവരുടെ പള്ളിയിൽ വെച്ചും അതുപോലെ ഓരോ സമയത്തും തിരുവെഴുത്ത് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയം നിറയുന്നത് വായി പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വായിൽ നിന്ന് എപ്പോഴും തിരുവെഴുത്ത് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. ഞാൻ സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം ഞാൻ ഒന്ന് വായിച്ചോട്ടെ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ അത് ഞാൻ 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. അത് ജസ്വിനെത്തി പോയോ? അപ്പോൾ ഇത് ശരിക്കും കുഞ്ഞുങ്ങളത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. 6-ാമത്തെ വാക്യം, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെന്നെ കാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ഈ കാര്യം ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആ കാര്യം ഓർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നിന്നെ കാക്കും, അത് നിന്നെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. വചനം ഉള്ളിൽ വരുമ്പോഴാണ് ആ സന്തോഷം വരുന്നത്. എത്ര പ്രയാസമുള്ള അവസരത്തിലും ഉള്ളിൽ സന്തോഷം വരുന്നത് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് തരുമ്പോഴാണ് ഭാരം നീങ്ങി സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡ്. കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം ഞാൻ സ്നേഹിച്ചതുപോലെ. ഇതാ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്. കർത്താവ് ഏറ്റവും വലിയ സ്റ്റാൻഡേർഡാണ് യേശു ക്രിസ്തു. ദൈവം ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ സ്റ്റാൻഡേർഡ് മുഴുവൻ യേശുവിലാണ് കണ്ടത്. ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞാണ് പുത്രനെ അയച്ചിരിക്കുന്നത്. പുത്രൻ കാണിച്ചു തന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് അതിൽ കുറഞ്ഞൊരു കാര്യം കൊണ്ട് ദൈവം തൃപ്തനല്ല യേശു. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. മനുഷ്യൻ്റെ ഉള്ളിൽ പല സന്തോഷങ്ങളുണ്ടാകാം, പക്ഷേ അത് വെള്ളത്തിലെ കുമിള പോലെ പൊട്ടിപ്പോകുന്നതാണെന്ന് യേശു കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് തന്നെ ഈ തന്നിലുള്ളത് എന്തെന്ന് നല്ലപോലെ അറിഞ്ഞിരുന്നതുകൊണ്ട് ആരെയും വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കർത്താവിനറിയാം മനുഷ്യൻ്റെ സന്തോഷം എത്ര നേരം നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഞാനിത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. വിശുദ്ധ കർത്താവ് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം എൻ്റെ സന്തോഷം, ഞാനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വചനം കേട്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് താഴെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടിയും കൂടിയാണ് കർത്താവ് അത് പ്രാർത്ഥിച്ചത്. കർത്താവിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും പൂർണ്ണമാകണം. ഏത് സാഹചര്യത്തിലും സങ്കടം വരുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷെ അവിടെ ഹൃദയത്തിലൊരു സന്തോഷം വാഴുന്ന ഒരു അവസ്ഥ. കർത്താവേ, ആ സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും പൂർണ്ണമായിരിക്കാൻ തക്കവണ്ണം മുമ്പേ കേട്ടതുപോലെ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നൊരു ജീവിതത്തിൽ ഉടനീളം ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവ് പറയുന്നത്, ഞാൻ ലൗകികരല്ലാത്ത പോലെ അവർ ലൗകികന്മാരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പം ഞാൻ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഞാൻ ലോകത്തിനുള്ളവളല്ല.
ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളും എന്നെ തൊടേണ്ട കാര്യമില്ല. എന്നെ പുറത്തൂടെയൊക്കെ പോവായിരിക്കും, പക്ഷേ അതെൻ്റെ അകത്തോട്ട് കിടക്കേണ്ട കാര്യമില്ല, എന്നെ ബാധിക്കേണ്ട കാര്യമില്ല. ബ്രദർ മുമ്പേ വെള്ളവും പറഞ്ഞു. പക്ഷേ അതുപോലെ വേറൊരു ഉദാഹരണമാണ് കടലിലെ മീൻ. കടലിൽ കിടക്കുന്ന മീൻ എടുത്ത് വെട്ടി തേച്ച് കഴുകി ഉപ്പ് ചേർക്കാതെ അത് കൂട്ടാൻ കൂട്ടാൻ കൊള്ളത്തില്ല. പക്ഷെ ഉപ്പുവെള്ളത്തിലാണത് കിടക്കുന്നത്. ജനിക്കുന്നതും വളരുന്നതും എല്ലാം ഉപ്പുവെള്ളത്തിലാണ്. പക്ഷെ അതിൻ്റെ ചെതുമ്പലിനകത്തോട്ട് ഒരു ശകലം പോലും ഉപ്പ് കയറത്തില്ല. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പം കർത്താവേ, ആ ലോകത്തിലുള്ളതൊന്നും എന്നെ ബാധിക്കാതെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ, ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവർ പോലും ദൈവത്തോട് ശത്രുക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവേ, ലോകം എന്നെ തൊടാതെ സ്പർശിച്ചാലും അതെൻ്റെ ഉള്ളിൽ കയറാതെ കർത്താവെ അതിനെ തടുത്തു നിർത്താൻ തക്കവണ്ണം അവിടുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചത് അതാ, താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണ്. അതുകൊണ്ട് എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇതിനൊന്നും ഞാൻ യോഗ്യയല്ല, പക്ഷേ കർത്താവിനെ യോഗ്യതയുള്ളവളാക്കി തീർത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ വേറെ ആ 15-ാം വാക്യത്തിൽ പറയുന്നത് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതുള്ളവരെ കാത്തുകൊള്ളണമെന്ന് അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. ഇത് പറയുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണേ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെല്ലാം തല്ലുകയും ചതയ്ക്കുകയും തലകീഴായിട്ട് ക്രൂശിക്കുകയും ഒക്കെ ചെയ്തവരെ. പക്ഷെ എന്താ കർത്താവിനറിയായിരുന്നു ഈ പിശാചിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയായിരുന്നു. ഉപദ്രവവും പീഡനയും പട്ടിണിയും പരിഹാസവും ഒക്കെ വരുമ്പം നിരാശയും സങ്കടവും ഒക്കെ വന്നിട്ട് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത ഈ മനുഷ്യനുണ്ട് എന്ന് കർത്താവിനറിയായിരുന്നു. എത്രയോ പേരാണ് കർത്താവിൻ്റെ വഴി വിട്ടുപോയത്. പീഡകൾ വന്നപ്പോൾ, നിരാശകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് കാശ് കിട്ടാതെ വന്നപ്പം കർത്താവിൻ്റെ വഴി വിട്ടുപോയ അനേകരുണ്ട്. കർത്താവ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വരണമെന്ന് പറഞ്ഞാൽ ദുഷ്ടൻ്റെ ഓരോ ആയുധങ്ങളും ഇവർക്ക് ഫലിക്കരുതേ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടൻ്റെ ആയുധങ്ങളൊന്നും ദൈവത്തിൻ്റെ മക്കളെ ഫലിക്കയില്ല. നിനക്ക് എതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ലെന്നാണ് യെശയ്യാവിലാണെന്ന് തോന്നുന്നു, പ്രവാചകൻ്റെ യെശയ്യാവിലാണെന്ന് അതെ അല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ട് പാടുമല്ലോ, ശത്രുവിന് അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുമ്പോൾ, അത് തന്നെയല്ല, ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ നിന്നായുധങ്ങൾ കാത്തിടും എന്നെ പൊന്നുനായകനെ, രക്ഷാസത്യം നീതി ചാർത്തി നീ ശക്തനാക്കിയിടും സേനാനായക. അപ്പോൾ അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞ ഇതും, അപ്പോൾ അവൻ്റെ അഗ്നിയസ്ത്രങ്ങൾ വരുമ്പോൾ അവിടെ അതിനെ തടുത്ത് കർത്താവ് ഇവരെ രക്ഷിച്ചോണേന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഈ കർത്താവിൻ്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ഞാനിന്നും കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നത്. കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കർത്താവെ ഞാൻ നശിച്ചു പോകാതെ കർത്താവിൻ്റെ നാൾ വരെയും കർത്താവിനെ ചേർക്കുന്നത് വരെയോ, ഒന്നുമില്ല എൻ്റെ മരണം വഴിയോ അല്ലെ കർത്താവിൻ്റെ മടങ്ങ് വരെയോ കർത്താവിനെ എന്നെ ചേർക്കുന്നത് കൊണ്ട് ഈ കർത്താവിനോടുള്ള ഈ ബന്ധത്തിൽ തന്നെ പിശാചിൻ്റെ ഓരോ ആയുധവും ഫലിക്കാതെ വണ്ണം കർത്താവിനെ അവിടുത്തെ സർവായുധവർഗം, അതായത് രക്ഷാസത്യം നീതി ചാർത്തി നീ കർത്താവിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽപ്പാനും പിശാചിനോട് എതിർത്ത് നിൽപ്പാനും തക്കവണ്ണം കർത്താവ് എന്നെ ശക്തിപ്പെടുത്തും, നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ഹല്ലേലൂയ എൻ്റെ അവസാനം വരെയും എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് കേട്ട വചനങ്ങൾ അതിൽ കർത്താവിൻ്റെ സന്തോഷത്തെക്കുറിച്ചും കർത്താവ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്, അത് ശരിക്കും കർത്താവിൻ്റെ ലൈഫിൽ അത് റിയലായിരുന്നു. നമ്മൾ പലപ്പോഴും ആ സന്തോഷം എന്ന് പറയുമ്പം മുമ്പ് കേട്ടതുപോലെ ആ സന്തോഷം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനത്തെ അല്ല, മറിച്ച് കർത്താവിന് ഒരു ഹെവൻലി ജോയ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിക്ടർ ബ്രദറിൻ്റെ ഒരു മെസ്സേജിനകത്ത് ഹാവിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ്
എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദർ ലണ്ടൻ CFCയിലെ സംസാരിച്ച ഒരു പ്രസംഗം കേൾക്കുമായിരുന്നു. അതിനകത്ത് ബ്രദർ പറഞ്ഞ, അതായത് കർത്താവ് എൻ്റെ വീട്ടിലെ ആ ഒരു മേൽക്കൂര തകർത്ത് ആൾക്കാരെ എല്ലാവരും കൂടെ താഴോട്ട് 4 പേര് അവരുടെ സുഹൃത്തിനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ കർത്താവ് അവരുടെ വിശ്വാസം കണ്ട് അദ്ദേഹത്തിന് ഹീൽ ചെയ്യുന്ന കാര്യം. അപ്പം ഹി വാസ് നോട്ട് ഡിസ്റ്റർബ്ഡ്. അതായത് കർത്താവിനൊരു മനസ്സിനൊരു വിഷമവും ഇല്ലായിരുന്നു. കർത്താവിൻ്റെ ആ ഒരു അതെല്ലാം തകർത്തിട്ട് താഴോട്ട് കൊണ്ടുവന്ന് കർത്താവിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മനുഷ്യർ. ബ്രദർ ഇങ്ങനെ പറയുമായിരുന്നത്, അതായത് ലോകത്തിലെ ആൾക്കാർ അവർ ദേ വാല്യൂ തിങ്സ് ആൻഡ് യൂസ് പീപ്പിൾ, ബട്ട് ജീസസ് വാല്യൂസ് പീപ്പിൾ ആൻഡ് യൂസസ് ദ തിങ്സ്. അതായത് ദൈവത്തിന്, കർത്താവിന് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഓരോ മനുഷ്യരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ആക്ച്വലി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ മക്കൾ അവർ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇറിറ്റേഷനും അത് ശരിക്കും കർത്താവിൻ്റെ ഒരു അതല്ല. നമ്മളുടെ ജോയ് മുമ്പേ കേട്ടതുപോലെ നമ്മുടെ മണിയിലും അല്ലെങ്കിൽ ആ പേഴ്സിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോകുമ്പോഴത്തേക്ക് അവിടെ ജോയ് പോവും. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിൽ സന്തോഷം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ കൂടുതൽ അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടാണ് കർത്താവ് പഠിപ്പിച്ചത്. അതായിരുന്നു കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ OPDയിൽ ഇങ്ങനെ ഞാനും ഓരോ ദിവസം ഇപ്പം അതാ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യർ അവർ പല രീതിയിൽ നമുക്ക്, എസ്പെഷ്യലി ഒരു വലിയ ക്രൗഡ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിപ്പം എസ്പെഷ്യലി 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അതായത് പതുക്കെ നോക്കാം, സ്പീഡ് നോക്കാം, പലതരത്തിൽ എങ്ങനെയൊക്കെ ഈ ഡ്യൂട്ടി എങ്ങനെ 1 മണിക്ക് ആകുമ്പോഴത്തേക്ക് തീർക്കണമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എങ്ങനെയായിരിക്കും ഓരോരുത്തരെ കാണുന്നത് അതുപോലെ കാണാൻ, അല്ലാതെ ജസ്റ്റ് എന്തോ വരുന്നു എനിക്കെന്തോ എൻ്റെ ജോലി തീർത്തിട്ട് പോകണം അങ്ങനത്തെ ഇതല്ല. മറിച്ച് കഴിഞ്ഞ ദിവസം ഭയങ്കര തിരക്കായിട്ട് കുറേ കൊച്ചു പിള്ളേരെയും കൊണ്ട് വരുന്നു. എൻ്റെ അവിടെ കുറേ പ്രായമുള്ളവർ വരുന്നു. എൻ്റെ ഇടയ്ക്കൂടെ ഒരു അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് ചൂടാവുന്നു, ഇവിടെ പ്രഷർ കൂടിയവർക്കൊന്ന് നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഇറങ്ങി പോവുക. ഞാൻ പറഞ്ഞു നോക്കാം ഇനി വന്നോ. പുള്ളി അങ്ങ് അപ്പോഴത്തേക്ക് അവിടെ പ്രായമുള്ള ആൾ, അത് സാരമില്ല മോളെ, അയാൾ പോട്ടെ, എന്തിനാ. ഞാൻ പറഞ്ഞു അത് സാരം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറകെ പോയി പുള്ളിയെ പിടിച്ചിട്ട് വന്ന് അവിടെ എന്താ പ്രശ്നം എന്നൊക്കെ. പിന്നെ നോക്കിയപ്പോൾ അവിടെ വേറെ ഒരു സ്റ്റാഫും ഇല്ല. ഇവരെ പാവങ്ങളെല്ലാം ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും മുമ്പോട്ട് കയറുന്നു പുറകെ കയറുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവരെ എല്ലാം അവിടെ പിടിച്ച് നിർത്തി. എന്നിട്ട് ഇദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച്, അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറേണ്ട ഇതായിരുന്നു. അപ്പം ദൈവം അവിടെ ആ ഒരു ജ്ഞാനം എന്ന് പുള്ളിയെ കറക്റ്റായിട്ട് പിന്നെ പുള്ളിയെ നോക്കി ഇട്ട് ഭയങ്കര സന്തോഷമായിട്ട് പുള്ളി പോയി. അപ്പം വലിയൊരു മല പോലെ വന്ന് എലി പോലെ പോയതുപോലെ, അല്ലെങ്കിൽ പല സ്ഥലത്തും ഇഷ്യൂസ് ഉണ്ടാകുന്നത് തന്നെ അവർ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു, ശരിക്കും കർത്താവിന് ഏറ്റവും ബിസി ആയിട്ടുള്ള OPDയിലും കർത്താവ് ഓരോരുത്തരെ എങ്ങനെ കണ്ടു. അതുപോലെ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാനും അതുപോലെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കർത്താവ് എങ്ങനെയായിരുന്നു അവരെ കണ്ടത് അതുപോലെ കാണുവാനും കൂടുതൽ കൃപ വേണം. മുമ്പേ കേട്ടതുപോലെ ടു കീപ് ദം ഫ്രം ദ ഈവിൽ വൺ. നമ്മൾ ശിഷ്യന്മാരോട് പറഞ്ഞു അവരത്ര ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള അവർക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കും ഉണ്ട്. അപ്പം നമുക്കതിനെക്കാട്ടി കൂടുതലുണ്ട്. ഇപ്പോൾ ഓരോ നിമിഷവും അതുപോലെ പ്രാർത്ഥനയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും നമ്മുടെ വീട്ടിലാവട്ടെ എവിടെ ആവട്ടെ ഇവിടെ എല്ലാം മറ്റുള്ളവരെ വാല്യൂ ചെയ്യാനായിട്ടും തിങ്സിനെ അല്ല പീപ്പിളിനെ വാല്യൂ ചെയ്യാനായിട്ടും ദൈവം സഹായിക്കട്ടെ. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു. ആ ഒരു വളർച്ച നമ്മളും കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അതനുസരിച്ച് നമ്മളും ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ കൂടെ പോകാതെ അവൻ നടന്നതുപോലെ കർത്താവേ നിനക്ക് ഹിതമായുള്ളൊരു ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിലും അവൻ്റെ കൃപയിലും ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.